ശനിയെ നമ്മൾ മന്ദനാണ്, പതുക്കെ പോകുന്നയാളാണ്, ഉപദ്രവമാണ്, ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം പാവം ആ കക്ഷിക്ക് ഓടാൻ ഒരുപാട് ദൂരമുണ്ട്. പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളുടെ പരിഭാഗത്തെയാണ് ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ളത്. അപ്പോൾ അതിനെ കാണാനുള്ള ഉപകരണങ്ങളാണ് ശനിയും വ്യാഴവും ഒക്കെ. കണ്ടകശനി അങ്ങനെയല്ല. ഓരോ 5 വർഷം കഴിയുമ്പോഴും കണ്ടകശനി വരും. ഭഗവാൻ എന്ത് കൊടുത്താലും മതിയല്ലോ, എന്നാൽ പിന്നെ ഞാൻ 1 രൂപ ഭണ്ണാരത്തിലിടാം. അതല്ല, നിങ്ങളെ കൊണ്ട് 101 രൂപയ്ക്ക് ചെയ്യാനുള്ള കഴിവ് പ്രാപ്തി ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യണം. പ്രശ്നക്കാരനല്ല എന്നല്ല, കണ്ടകശനിയുടെ കാലഘട്ടം, ഏഴരശനിയുടെ കാലഘട്ടമൊക്കെ നമ്മൾക്ക് കടന്നപ്പുറത്തേക്ക് എത്തുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. ഈ ഒരു കണ്ടകശനി ഏഴരശനിയൊക്കെ കടന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ആ വ്യക്തി നല്ല വ്യക്തികളായിട്ട് മാറുന്നത്. അതെ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിൽ വെളിച്ചമാകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ശാരദാമ്മ, ശനി ജ്യോതിഷം തുടങ്ങിയ കാലം മുതൽ, അല്ലെ ജ്യോതിഷം ഉത്ഭവിച്ചപ്പോൾ മുതൽ കുറച്ച് പ്രശ്നം ഉള്ള ഒരു ഗ്രഹമാണ് ശനി. അതായത് മനുഷ്യർക്കൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കർക്കശക്കാരനായ ഒരു പട്ടാളക്കാരനെ പോലെയൊക്കെ നമ്മളോട് പെരുമാറുന്ന ഒരാളാണ് ശനി. ശരിക്കും പറഞ്ഞൊരു കൊടും ഭീകരൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെ അതെ. അപ്പോ ഈ ശനിയെ, അല്ലെ ശനിയുടെ ദോഷങ്ങളെ ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? അപ്പോൾ സത്യത്തിൽ ശനി എന്ന് പറയുന്നത് സൂര്യനെ പോലെ, ചൊവ്വയെ പോലെ, ബുധനെ പോലെ, സൂര്യനും ചൊവ്വയെന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു കാർക്കശൊക്കെ തോന്നും നമുക്ക്. ബുധനെ പോലെ, വ്യാഴത്തിനെ പോലെ ആകാശത്തിലുള്ളൊരു ഗ്രഹം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഭൂമിയുള്ള കാലത്തോളം, അല്ലെങ്കിൽ മനുഷ്യനൊരു തിരിച്ചറിവൊക്കെ വന്ന കാലം മുതൽക്ക് ഇങ്ങോട്ട് ഈ ശനിയുടെ സ്വാധീനം ഉണ്ടല്ലോ, കുഴപ്പമുണ്ടാക്കണ്ടല്ലോ എന്നാണ് അല്ലേ? കണ്ടകശനിയുണ്ട്, ശനിയുടെ പല വേർഷൻസ്. അതെ അതെ അതെ, പലതുമുണ്ട്. അപ്പോൾ സത്യത്തിൽ ശനി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ്. മാത്രമല്ല ഗ്രഹങ്ങളെല്ലാം ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. അഥവാ ഭൂമി എല്ലാ ഗ്രഹങ്ങളെയും, ഭൂമിയുടെ സഞ്ചാരം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനം ഇങ്ങനെ കണക്കാക്കി വരുമ്പോഴത്തേക്കും ഭൂമി അവരെ മുഴുവനും പ്രദക്ഷിണം ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അവരെ പ്രദക്ഷിണം ചെയ്യണ്ടോ, അവരെ നമ്മളെ പ്രദക്ഷിണം ഇതൊന്നും അല്ല വിഷയം. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. അതേപോലെ തന്നെ ശനിയുടെ സഞ്ചാര കക്ഷ്യ എന്ന് പറയുന്നത്, അതായത് ശനിക്ക് ഓടിയെത്തേണ്ട ദൂരം വളരെ കൂടുതലാണ്. വേഗത എന്ന ഒരു ഭ്രമണപഥം, അതെ അതെ അതെ, അതിനെ ഒരു റൗണ്ട് പൂർത്തിയാക്കുവാനായിട്ട് ഓടിയെത്താൻ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യനോ ചന്ദ്രനോ അഥവാ അതല്ലെങ്കിൽ ഭൂമിയോ ചന്ദ്രനോ ഒക്കെ ഒരു റൗണ്ട് പൂർത്തിയാക്കുന്ന സമയം പോരാ ശനിക്ക് ആ റൗണ്ട് പൂർത്തിയാക്കാൻ. ഇതുകൊണ്ടാണ് ശനിയെ നമ്മൾ മന്ദനാണ്, മെല്ലെ ഇങ്ങനെ പതുക്കെ പോകുന്നയാളാണ്, ഫലം വളരെ കുറവാണ്, അതല്ലെങ്കിൽ ഉപദ്രവമാണ്, ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം പാവം ആ കക്ഷിക്ക് ഓടാൻ ഒരുപാട് ദൂരമുണ്ട്, സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂര്യൻ ഒരു രാശി കടക്കാനായിട്ട് 1 മാസമാണ് എടുക്കുന്നത്. അത്രേ വേണ്ടു. ഒരു രാശി ദൂരം സൂര്യന് സഞ്ചരിക്കാനായിട്ട്. സൂര്യൻ മീൻസ് ഭൂമിയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നതുകൊണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു രാശി ദൂരം കടക്കാൻ സൂര്യന് 30 ദിവസമാണ് വേണ്ടത്. ചന്ദ്രനാണ് ഒരു അതിവേഗപാത എന്നൊക്കെ പറയുന്ന മാതിരിയിലാണ് ഈ കക്ഷി, ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറയുന്ന പോലെ. ഈ കക്ഷിക്ക് 2.25 ദിവസം മാത്രമേ വേണ്ടൂ. അതേസമയത്ത് ഇപ്പോൾ ചൊവ്വയാണ് അല്ലെങ്കിൽ ബുധനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ, അല്ലെങ്കിൽ ശുക്രനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു 3-4 മാസം, അത് ഓരോ പൊസിഷനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 5 മാസം പരമാവധി ഇങ്ങനെയാണ് വേണ്ടത്. വ്യാഴത്തിന് 1 വർഷമാണ് വേണ്ടത്. അതായത് ചന്ദ്രൻ 2.25 ദിവസം എടുക്കുന്ന സെയിം ദൂരം സഞ്ചരിക്കാനായിട്ട് വ്യാഴം 1 വർഷമാണ് എടുക്കുന്നത്. ശനിക്ക് 2.5 വർഷം വേണം. 2.5 വർഷം വേണം. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഒരു ഫലത്തെ തന്ന് നമുക്കത് ഫീൽ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനെ മറികടന്നിട്ടുണ്ടാവും. ആ അനുഭവത്തിനെ നമ്മൾ മറികടന്നിട്ടുണ്ടാവും. പെട്ടെന്ന് കഴിയും അത്.
സൂര്യനെ കൊണ്ടും അങ്ങനെ തന്നെ പരമാവധി ഒരു മാസമാണല്ലോ. അതെ. അതും അങ്ങനെ തന്നെ. ഇത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൻ്റെ കാരണമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കും ഈ ഘട്ടം കടന്നിട്ടുണ്ടാവും. അതേസമയം വ്യാഴത്തിൻ്റെയും ശനിയുടെയും അങ്ങനെയല്ല. വ്യാഴം ഒരു വർഷമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്നാലും നമുക്കൊരു ആദ്യത്തെ ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഫീൽ ചെയ്ത് തുടങ്ങുള്ളൂ. അത് തുടങ്ങി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നമ്മൾ മാറി വരുമ്പോഴത്തേക്കും ഏതാണ്ട് ഇതും കടന്നു പോകും. ഒരു വർഷം. ശനിയുടെ ഒരു വർഷവും പോരാ, 6 മാസം പോരാ, ഒരു വർഷം പോരാ, 2.5 കൊല്ലമുണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ട് അനുഭവപ്പെടും ഈ കാലഘട്ടം എന്നുള്ളത്. ഇനി ശനിയുടെ കണ്ടകശനിയുണ്ട്, ഏഴശനിയുണ്ട്, ശനിദശയുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. ദശാകാലത്തെ നമ്മൾ മാറ്റി നിർത്തണം. ഓരോരുത്തരും ജനിക്കുന്ന സമയത്തിനനുസരിച്ചിട്ട് കൃത്യമാക്കി വെച്ചിരിക്കുന്നതാണത്. കണ്ടകശനിയും ഏഴശനിയുമാണ് ഇടയിൽ ഇങ്ങനെ ഓടി ഓടി വരുന്ന കക്ഷികൾ. അതിൽ തന്നെ ഏഴരശനി ഒരു ലൈഫ് ലോങ്ങിൽ, ഒരു മനുഷ്യായുസിൻ്റെ ഇടയിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു 2 പരമാവധി 3 ഏഴരശനി വരുള്ളൂ. കണ്ടകശനി അങ്ങനെയല്ല. ഓരോ 5 വർഷം കഴിയുമ്പോഴും കണ്ടകശനി വരും എല്ലാവർക്കും. വ്യത്യസ്ത കാലയളവിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ, നക്ഷത്രത്തിനനുസരിച്ചിട്ട്. അപ്പോൾ സത്യത്തിൽ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം നമ്മളെ ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ലൈഫിൻ്റെ നല്ലതോ മോശമോ ആയിട്ടുള്ള പീരീഡുകളെ ഇത് വച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, കണക്ക് കൂട്ടി എടുക്കാൻ സാധിക്കുന്നു. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം അശ്വതി നക്ഷത്രക്കാരാണ് അല്ലെങ്കിൽ ഭരണി നക്ഷത്രമാണ്, നിങ്ങൾക്ക് കുറച്ച് ഒരു ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഒരുങ്ങിക്കോളൂ, കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം ഇനി മുന്നോട്ട് നീങ്ങാനായിട്ട് എന്നൊരു മുന്നറിയിപ്പ് നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഈ ശനിയുടെ പൊസിഷനോ വ്യാഴത്തിൻ്റെ പൊസിഷനോ വെച്ചിട്ടാണ്. ഇവരെ വെച്ചിട്ട് നമുക്കത്, അതായത് ഈ വ്യക്തികളുടെ, നമ്മളെപ്പോഴും ജാതകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഒരു ജന്മത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ള കാര്യങ്ങളെ നമ്മളുടെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തതിൻ്റേതാണ്. ഗുണമോ ദോഷമോ എന്തുമായിക്കൊള്ളട്ടെ. അപ്പോൾ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളുടെ പരിഭാഗത്തെയാണ് ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിക്കാനുള്ളത്. അപ്പോൾ അതിനെ കാണാനുള്ള ഉപകരണങ്ങളാണ് ഈ ശനിയും വ്യാഴവും ഒക്കെ. അപ്പോൾ അതിനെ ഇപ്പം നമുക്ക് കണ്ടകശനിയാണെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് വരാനിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു കണ്ടകശനിക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇനി കണ്ടകശനിയാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി അറിഞ്ഞോളണമെന്നൊന്നുമില്ല എനിക്ക് കണ്ടകശനിയാണ്. അപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എങ്ങനെ ഈ ശനിയുടെ പൊസിഷൻ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും, മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാം, ശാരീരികമായിട്ട് സ്വസ്ഥത കുറയും, നിങ്ങൾക്ക് ജനങ്ങളുമായിട്ടുള്ള, അതായത് ബന്ധുജനങ്ങളുമായിട്ട് സുഹൃജനങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാകാം എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് നൽകാനായിട്ട് സാധിക്കും. ഈ ശനിയെ വെച്ചിട്ടും വ്യാഴത്തെ വെച്ചിട്ടും മാക്സിമം, അതായത് പരമാവധി നമ്മൾ ശനിയെ വെച്ചിട്ടാണ് പറയുക, കാരണം നീണ്ട കാലയളവ് കിട്ടുന്നത് കൊണ്ട്. ഇങ്ങനെയാണ് ഈ കണ്ടകശനി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുള്ളത്. കുറേ നക്ഷത്രക്കാർക്ക് ഇപ്പം കണ്ടകശനി ഉണ്ട് താനും. ഇപ്പം മീനക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. മീനൻ രാശിക്കാണ് ഇപ്പം നിൽക്കുന്നത്. ഒരു 1.25 വർഷമായിട്ട് കണ്ടകശനിയുണ്ട്. ഈ കണ്ടകശനിയും ഏഴരശനിയും ഒക്കെ ഉള്ള ആൾക്കാർ ഗണപതി ക്ഷേത്രമല്ല, ശിവന്റെ ക്ഷേത്രങ്ങളില്, അതുപോലെ ഹനുമാൻ ക്ഷേത്രങ്ങളില് ഒക്കെ പോയി പ്രാർത്ഥനകളോ വഴിപാടുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു അതിന്റെ ശമനം കിട്ടും. സ്ഥിരമായിട്ട് ഇപ്പൊ കണ്ടകശനിക്കാരാണെങ്കിൽ 2.5 വർഷം പിന്നെ നമ്മൾ പറയാം എല്ലാ ശനിയാഴ്ചയും മസ്റ്റായിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. ഇനി അഥവാ ഇപ്പം പിന്നെ ഓരോ വ്യക്തികളെ ആശ്രയിച്ച് ചിലർക്ക് ഹനുമാനെ ആയിരിക്കാം ഇഷ്ടം. അവരുടെ മനസ്സിൽ അത് ചെയ്യുമ്പോഴാണ് അവർക്ക് തൃപ്തി കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഹനുമാൻ്റെ അടുത്ത് പോകാം. അല്ലെങ്കിൽ ഹനുമാൻ, ശിവൻ, ശാസ്താവ് അഥവാ അയ്യപ്പൻ, പിന്നെ മുത്തപ്പൻ, പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ. കാരണം ചില സ്ഥലങ്ങളിൽ ചില ക്ഷേത്രങ്ങളിൽ മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാരണവന്മാരെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതല്ല, ഇപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പനൊക്കെ ഇല്ലേ, അതായത് ശൈവമായിട്ടുള്ള ഉപവിഭാഗങ്ങൾ ഏതായാലും. അപ്പോൾ ശിവൻ, അയ്യപ്പൻ, പിന്നെ ഹനുമാൻ, ഇത്രയും പേരുടെ ഉപാസനയാണ് പറയുന്നത് ശനിയുടെ ദോഷം കുറയാനായിട്ട്. ഞാൻ പലപ്പോഴും പറയുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ശിവനെ തന്നെയാണ്. കാരണം സ്വതവേ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ശാന്തത വരുത്താനായിട്ട് ശിവന് അഭിഷേകം, ധാര പോലെയുള്ള വിളക്ക്, പിൻവിളക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ദശയായാലും, ഇനി കണ്ടകശനി ഒന്നും അല്ല എങ്കിലും അയാൾക്ക് ടെൻഷൻ
ടെൻഷനുള്ള കാലയളവാണ് എങ്കിൽ, ശാരീരികമായിട്ട് സുഖക്കുറവൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ശിവന് വഴിപാട് നടത്താൻ പറയും. അപ്പോൾ ഈ പ്രത്യേകിച്ചും കണ്ടകശനി ഏഴശനിയൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും എല്ലാ ശനിയാഴ്ചയും ഉറപ്പായിട്ടും പോയിക്കോളാൻ പറയും ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട്. ഇപ്പോൾ വഴിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഇപ്പോൾ ഒരാളോട് ഇപ്പോൾ 1008 കുടം ധാര കഴിക്കണം എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല, അല്ലേ? അപ്പോൾ വേണ്ട, ഒരു ശംഖാഭിഷേകമായാലും മതി. നിങ്ങൾക്ക് എന്ത് സാധിക്കുന്നുവോ അവിടെ കള്ളത്തരം കാണിക്കരുത്. അതായത് ഭഗവാൻ എന്ത് കൊടുത്താലും മതിയല്ലോ, എന്നാൽ പിന്നെ ഞാൻ 1 രൂപ ഭണ്ണാരത്തിലിടാം, അതല്ല. നിങ്ങളെ കൊണ്ട് 101 രൂപയ്ക്ക് ചെയ്യാനുള്ള കഴിവ് പ്രാപ്തി ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യണം. അല്ല 1008 കുടം ധാര നടത്താൻ അതിൻ്റെ ഒരു 3000-5000 രൂപ ചിലവ് വരും. അതിന് കപ്പാസിറ്റി ഉള്ള മനുഷ്യരാണ്, വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് കള്ളത്തരം കാണിക്കാൻ പാടില്ല, അത് ചെയ്തിരിക്കണം. ഇല്ല, എൻ്റെ കയ്യിൽ എനിക്ക് ഇത്ര, എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എൻ്റെ ഇന്നത്തെ ആവശ്യത്തിലേക്ക് അത്യാവശ്യത്തിലേക്ക് വെച്ചിട്ട് പിന്നെ എനിക്ക് ഇതും കൂടി ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലർ അത്യാവശ്യത്തിൽ നിന്ന് പോലും ഇത് ചെയ്യും. അവരെ സംബന്ധിച്ച് ഇപ്പം ഒരു 100 രൂപയുടെ ഒരു സാധനം വാങ്ങാനുണ്ട്, അയാളുടെ കയ്യിൽ ആകെ 90 രൂപയേ ഉള്ളൂ. അതിൽ നിന്നും 10 രൂപ സാരമില്ല, ഞാൻ ഭഗവാന് കൊടുക്കുമല്ലേ എന്ന് വിചാരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ചെല്ലുന്ന കടയിൽ അന്ന് ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടായി എന്ന് വരാം, ഉറപ്പല്ല കേട്ടോ, ഞാൻ ബിസിനസ്സുകാരിയൊന്നല്ല. പക്ഷേ അതായത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മളുടെ ലൈഫിൽ വരാനുള്ള വലിയ ചാൻസാണിത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ മടിക്കേണ്ട. പിന്നെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ആളുകളാണെങ്കിൽ പറയാം, എല്ലാ ദിവസവും ഓം നമഃ ശിവായ ചൊല്ലും. അത് ഇത്ര തവണ ചൊല്ലണം. അത് അവനവൻ്റെ ഓരോരുത്തർക്ക്, ഇത് എല്ലാവർക്കും ഒരേ അളവിലല്ല. ഇപ്പം എനിക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ അളവല്ലല്ലോ ഉത്സവത്തിന് വേണ്ടത്, ഓരോ വ്യക്തികൾക്കും ഓരോ അളവല്ലേ എന്ന് പറയുന്നത് മാതിരിയിലാണ്. വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്കതിനെ ഫേസ് ചെയ്യാൻ. പിന്നെ ഓരോരുത്തരുടെയും മാനസികമായിട്ടുള്ള കപ്പാസിറ്റി, മെൻ്റൽ കപ്പാസിറ്റിയും കൂടിയുണ്ട്. ചിലർ എന്ത് വന്നാലും കുലുങ്ങില്ല, ചിലർക്ക് വെറുതെ കാലൊന്ന് തട്ടിയാൽ മതി വേദന സഹിക്കാൻ വയ്യാതെ അലറും, ഇല്ലേ? ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ശാരീരികവും മാനസികമായിട്ടുള്ള നമ്മുടെ കപ്പാസിറ്റിയും കൂടി കണക്കാക്കിയിട്ടാണ് ഈ ചെയ്യുന്ന. അതുപോലെ ഈ ശാസ്താവിന്റെ അമ്പലങ്ങളിൽ നമ്മൾ എള്ളുതിരി കത്തിക്കുന്നത് ശനീന്റെ പ്രീതിക്ക് പറ്റുമോ? അതായത് കുറച്ച് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഇതൊക്കെ ഞാൻ പറയാറുണ്ട്, പക്ഷേ എനിക്കത് അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ എണ്ണയൊക്കെ വറ്റി ഈ എള്ള അവിടെ ഇരുന്ന് കരിഞ്ഞ് പുകഞ്ഞ് ആ അന്തരീക്ഷത്തിൽ നമുക്കത് ശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം, നമ്മുടെ നമ്മുടെ ചുറ്റുപാടിനെ, അന്തരീക്ഷത്തെ നെഗറ്റീവാക്കുന്ന ഒരു സംഗതി, അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഗുണമാവോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാറ്, നിങ്ങൾ നല്ലെണ്ണ കഴിച്ച് ഈ എള്ള് ഇതിൽ കെട്ടുകയും, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്പ്രദായമുണ്ട്, ആ സമ്പ്രദായത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്യുക. ഇപ്പം ചെയ്യുന്നതല്ല അതിൻ്റെ സമ്പ്രദായം. അപ്പോൾ ഇതൊക്കെ കരിഞ്ഞ് പുകഞ്ഞ് അവിടെ കിടന്നിട്ട് മുഴുവൻ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കി അത് വേണമെന്നില്ല. പകരം നിങ്ങൾ നല്ല എള്ളെണ്ണ കൊണ്ടുപോയിട്ട് വിളക്കിലൊഴിക്കുക. അപ്പോൾ ശനി അത്ര വലിയ പ്രശ്നക്കാരനല്ലെന്നാണ് പ്രശ്നക്കാരനല്ല എന്നല്ല, കണ്ടകശനിയുടെ കാലഘട്ടം, ഏഴശനിയുടെ കാലഘട്ടമൊക്കെ നമ്മൾക്ക് കടന്നപ്പുറത്തേക്ക് എത്തുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും. ജീവന് ഹാനിയൊന്നും സംഭവിക്കില്ലല്ലോ. ഇല്ല, ജീവഹാനി സാഹചര്യങ്ങൾ അതിപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ ഫോറത്തിൽ ഇരുന്നിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അവരുടെ ജാതകവശാലുള്ള ദശാകാലവും അപഹാരകാലവും ഒക്കെ നോക്കിയിട്ട് വേണം. ചില സമയത്ത് ഇപ്പം മാനഹാനിയൊക്കെ സംഭവിച്ചു എന്ന് വരും കണ്ടകശനിക്കാലത്ത്. അതുപോലെ പിന്നെ ഏഴരശനിക്കാലത്ത്, അഷ്ടമശനിക്കാലത്ത്. ഏഴരശനി എന്ന് പറയുമ്പോഴും 7.5 ശനിയുടെ നടുക്കുള്ള 2.5 കൊല്ലം കണ്ടകശനി തന്നെയാണ് കേട്ടോ. 7.5 കൊല്ലം വരുന്നതാണ് ഏഴരശനി, അതിൻ്റെ നടുക്കുള്ള 2.5 കൊല്ലം കണ്ടകശനി തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കണ്ടകശനി കാലത്ത് പിന്നെ അതും വ്യക്തികളെ ആശ്രയിച്ച് അവരുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതിക്കനുസരിച്ചിട്ട്, പിന്നെ അവരുടെ കയ്യിലിരിപ്പിനനുസരിച്ചിട്ട് ഒക്കെ ഉണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും ജ്യോതിഷത്തിലെ ഫലം പറയുമ്പോൾ സാഹചര്യത്തെ കൂടി കണക്കിലെടുത്തിട്ട് വേണം ഫലം പറയാനെന്ന് പറയും. അപ്പോൾ കയ്യിലിരിപ്പ് നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ, അത് തന്നെ നമ്മുടെ കർമ്മങ്ങൾ നമ്മളെ നല്ലോണം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പ്രാണഭയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് വരെ എത്തിയെന്നവരും, മാനഹാനി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മാനഹാനി എന്ന് പറയുമ്പോഴും നമ്മൾ മരിക്കുന്ന തുല്യമാണതേ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ ഭേദമില്ല എന്ന് തോന്നിപ്പോകും നമുക്ക്. പിന്നെ
മനുഷ്യൻ എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, ഇര തേടി ഭക്ഷണം കഴിച്ചു, പിന്നെ നമുക്ക് കളയാനുള്ളത് കളഞ്ഞു, വീണ്ടും ഇര തേടി ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, ഇങ്ങനെ പോകുന്നവരല്ലല്ലോ മനുഷ്യർ. മനുഷ്യൻ കുറെ കൂടി കൾച്ചേർഡ് ആയിട്ടുള്ള, കുറെ കൂടി സംസ്കാരത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകളാണ്. അപ്പം നമ്മളെ ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന് പറയുന്നത് അയാളുടെ അനുഭവങ്ങൾ, ഓരോന്നിനെ അയാൾ എങ്ങനെ നേരിടുന്നു, അല്ലേ? ഓരോ സ്ഥലത്തും ഞാനിപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവില്ല പെരുമാറുന്നത്. ആ സിറ്റുവേഷൻ നോക്കിയിട്ട്, ആ സാഹചര്യത്തിൽ എന്താണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും അവിടെ ചേരുന്നത്, ആ രീതിയിലായിരിക്കും സംസ്കാരം നേടിയ മനുഷ്യർ ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഇത്തരത്തിലുള്ള കുറേ തലങ്ങളിൽ കൂടി, അനുഭവങ്ങളിൽ കൂടി കടന്ന് പോയിട്ടാണ്. അല്ലാതെ പിന്നെ മുറിക്കുള്ളിൽ മാത്രം ഇരുന്ന് അവിടെ ഭക്ഷണം കൊടുത്ത്, അവിടെ ഉടുക്കാനുള്ളത് കൊടുത്ത്, അവിടെ വേണ്ടുന്നതായിട്ടുള്ള മൊബൈൽ ലാപ്പ് കൊടുത്ത് ഒരു കുട്ടിയെ ഇരുത്തി കഴിഞ്ഞാൽ അവന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല, അല്ലേ? നമ്മളെങ്ങനെ മാറി വരുന്നത്? നമുക്ക് നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും, അല്ലെങ്കിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്ന് വരണം. അതായത് ഇതുപോലുള്ള ജ്യോതിഷത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗ്രഹഭേദങ്ങളും കാലങ്ങളും ഒക്കെ കടന്നു വരണം. ഒരു മനുഷ്യൻ ഒരു പക്വതയാർന്ന ഒരു വ്യക്തിയായി മാറും. ആണ് വെച്ചുകഴിഞ്ഞാല് ഇപ്പം മെയിൻ റോഡിന്റെ സൈഡിലൊക്കെ താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒന്നുമില്ല, പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. കാരണം പകല് സൂര്യന്റെ വെളിച്ചുണ്ട്, സന്ധ്യ ഇരുട്ടുന്നതിന് മുന്നേ സ്ട്രീറ്റ് ലൈറ്റ് മുഴുവൻ വന്നു കഴിഞ്ഞു, ഫുൾ വെളിച്ചം മാത്രമാണ്. അവർക്ക് ഇരുട്ട് എന്നോ രാത്രി എന്നോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല. അതേസമയം ഈ കുട്ടി പിന്നീട് ഒരിക്കൽ പെട്ടെന്നൊരു ദിവസം ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോകേണ്ടി വന്നു. അവിടുത്തെ ഇരുട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഇരുട്ടായി, പിന്നെ ചീവീടുകളുടെ സൗണ്ട് വന്നു, മറ്റുള്ള കിളികളുടെ, രാത്രി മാത്രമുള്ള കിളികളുടെ ഒച്ച കേട്ടു. ഈ കുട്ടി ഒരു വലിയൊരു ട്രോമയായിരിക്കും നേരിടാൻ പോകുന്നത്, അല്ലേ? പെട്ടെന്നൊരു ദിവസത്തെ കാര്യം പറയുമ്പോൾ എന്ന് പറയുന്നത് പോലെയാണ്. എപ്പോഴും നല്ലത് മാത്രമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി അങ്ങനെ പറ്റില്ല. ഈ നല്ലതിനെ ഇത് നല്ലതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നല്ലതല്ലാത്ത ചിലതും കൂടി എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ ഇത്തരത്തില് മനുഷ്യനെ ഞാൻ പറയാ ഈ ഒരു കണ്ടകശനി, ഏഴശനിയൊക്കെ കടന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ആ വ്യക്തി നല്ല വ്യക്തികളായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ പലതിനെയും ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ധൈര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റുന്നത് ഒക്കെ നല്ല മനുഷ്യനാക്കി മാറ്റാൻ ഇതൊക്കെ അനിവാര്യമാണ് എന്നുള്ളതാണ്. ആ ഘട്ടം കഴിച്ചു കൂട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക്, പക്ഷെ അത് കടന്നു വരുന്തോറും നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാകും. ശരി, താങ്ക് യു.